നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ SI നഹാസാണ്. അയ്യോ സാറേ, മോൾ ഇവിടെ ഇല്ല. എന്തേലും പറയണമെങ്കിൽ ഞാൻ നമ്പർ തരട്ടെ. അല്ല, ഞാൻ വിളിച്ചതേ വിഷ്ണുവിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം പറയാനാ. എന്നിൽ എനിക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം ഞാൻ ആരും പേടിക്കുകയില്ല. എന്തായാലും നിന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊരു തീരുമാനമായല്ലോ, അത് ദൈവഭാഗ്യം വിചാരിക്കും. പിന്നെ ഒരു തഞ്ചത്തിനങ്ങ് നിന്ന ചന്ദ്രബോസ് സാറ് പാവാ. തണ്ടലിന്റെ ബലം കാണിച്ച അങ്ങേര് പിന്നെ കാലന. അത്ര എനിക്ക് പറയാനുള്ളൂ. തണ്ടലിന്റെ ബലം കാണിച്ചു തുടങ്ങിയിട്ടില്ല സാറേ. അത് ഞാൻ കാണിച്ചു തുടങ്ങിയ പിന്നെ സാറ് കാലനല്ല, കാലനെ കാത്തിരിക്കുന്നവനാ. സാറ് സാറേ, ഞാൻ ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ഗോപാലകൃഷ്ണനില്ലേ? ആ, ആരെയോ കാണാനുണ്ടെന്നും പറഞ്ഞു പോയതാ സാറേ. എവിടെയാണോ എന്തോ. ഇവിടെ നിന്ന് എനിക്കും ആ പെണ്ണിനും കടയിൽ ഒരു കൈസഹായം ചെയ്യാൻ പറഞ്ഞ കേൾക്കൂല. നാട് ചുറ്റാൻ വലിയ ആഗ്രഹം. കുറച്ച് കാശ് കയ്യിലുണ്ടോ, പിന്നെ ആരെങ്കിലും ഒക്കെ കാണാനുണ്ടെന്നും പറഞ്ഞ് കറക്കോ. ആരെയാന്ന് ഗോപാലേട്ടന് മാത്രം അറിയാം. ആ, കുറുപ്പ് സാർ ഇരിക്കേ. കേസിന്റെ കാര്യമൊക്കെ എന്തായി ശാരദാമ്മേ? അനുകൂലമായ ഒരു വിധി നമുക്കുണ്ടാവില്ലേ? മരിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ബോഡി അല്ല കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടതെന്ന് തെളിയിച്ച കേസ് നമുക്ക് അനുകൂലമായിട്ട് വരുമെന്നാ അർജുൻ പറയുന്നത്. പിന്നെ കാർത്തിക മരണപ്പെട്ടിട്ടില്ലെന്ന് കോടതിക്ക് ബോധ്യമാകും വേണം. ശാലിനി എന്താ പറയുന്നത്? പാവം, ഇതിനെല്ലാം വേണ്ടി ഓടി നടക്കുന്നത് അവളാണ്. ഊണുമില്ല, ഉറക്കവുമില്ല. സാറിപ്പോ അവളെ ഒന്ന് കാണണം. എന്റെ കുഞ്ഞു കോലം കെട്ടു. മനസ്സിന് സമാധാനമില്ലെങ്കിൽ അത് മുഖത്തല്ലേ കാണുക? മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്നത് വെറുതെ ആണോ ശാരദാമ്മേ? എന്തു വിഷമമുണ്ടെങ്കിലും അറിയാൻ പറ്റും. വിഷ്ണു ഈ ഒരു അവസ്ഥയെ കിടക്കുമ്പോ ശാലിനിക്ക് നമ്മളെയൊക്കെ തൃപ്തിപ്പെടുത്താനായിട്ട് ചെറിയൊരു പുഞ്ചിരി മുഖത്ത് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മഹാഭാഗ്യമായിട്ട് വേണം കരുതാൻ. അങ്ങനെ ഒരു നൂൽപ്പാലത്തിലൂടെയാ അവളിപ്പോ കടന്നു പോകുന്നത്. എന്നും കണ്ണീരും കയ്യുമായി കഴിയാനാ എന്റെ കുട്ടിക്ക് യോഗം. ഓരോ പെൺകുട്ടികൾക്കും ഓർമ്മിക്കാവുന്ന നല്ല കാലം ചെറുപ്പകാല. അച്ഛനമ്മമാരുടെ സംരക്ഷണയിൽ ഒരല്ലലും ഇല്ലാതെ കഴിയുന്ന കാലമായിരിക്കും എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ശാലിനിയുടെ കാര്യത്തില് അതും നേർ വിപരീതമായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ട് എന്റെ കുട്ടി അനുഭവിച്ചിട്ടുണ്ട്. വളർന്നിട്ടോ കല്യാണം കഴിച്ചിട്ടെങ്കിലും കിട്ടിയോ അവക്ക് നല്ലൊരു ജീവിതം? ഫോൺ അടിക്കുന്നു ശാരദാമ്മേ. ഹലോ, ആരാ വിളിക്കുന്നേ? ശാലിനി മാഡം ആണോ? അല്ല, ഞാൻ അവളുടെ അമ്മയാ. ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണേ. ആ, ഞാൻ SI നഹാസാണ്. അയ്യോ സാറേ, മോൾ ഇവിടെ ഇല്ല. എന്തേലും പറയണമെങ്കിൽ ഞാൻ നമ്പർ തരട്ടെ. അല്ല, ഞാൻ വിളിച്ചതേ വിഷ്ണുവിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം പറയാനാ. അവൻ ഞങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. അപ്പൊ സാറ് പറഞ്ഞു ഒന്ന് വിളിച്ച് സംസാരിക്കാൻ. വിഷ്ണുവിനുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നുവെങ്കിൽ കൊടുക്കായിരുന്നു. നിങ്ങൾ കൊണ്ടുവരുമ്പോ ചിലപ്പോ കഴിച്ചേക്കും. സാധാരണ ഇവിടെ അങ്ങനെ സമ്മതിക്കാറില്ല. പിന്നെ കളക്ടറിന്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പരിഗണന ഇവിടെ കൊടുക്കുന്നത്. ഞാനിപ്പോ ഇവിടെ എന്താ പറയേണ്ടത്? ഭക്ഷണം കൊണ്ടുവരുന്നുണ്ടോ അതോ? കൊണ്ടുവരാം സാറേ, ഞാൻ കൊണ്ടുവരാം. ശരി, ഞാനിതിവിടെ പറഞ്ഞേക്കാം. സ്റ്റേഷനിൽ നിന്നേ ഒരു പോലീസുകാരനാ വിളിച്ചത്. വിഷ്ണുമോൻ അവിടെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലാന്ന്. ശാന്തേ, ശാന്തേ, ദാ വരുന്നു. ശാന്തേ. ശാരദാമ്മേ, ഊണ് റെഡിയാണല്ലോ അല്ലേ? ഇപ്പൊ ആകെ ശാരദാമ്മേ. പോലീസുകാർ കൊടുക്കുന്ന ഭക്ഷണമൊന്നും വിഷ്ണുമോൻ കഴിക്കുന്നില്ല. വായ്ക്ക് രുചിയായിട്ടുള്ള ഭക്ഷണമൊന്നും അവര് വാങ്ങിച്ചു കൊടുക്കില്ലല്ലോ.
ആ നീ ഒരു കാര്യം ചെയ്, ആ ക്യാബേജും കൂടെ എടുത്തൊരു തോരൻ വെക്ക്. ആ ശരി. അപ്പോഴേക്കും ഞാൻ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ആ, ഒതുക്കാം. ശരി ശാരദാമ്മേ. ആ അപ്പോ ശാരദാമ്മ മരുമകന് ഭക്ഷണം ഉണ്ടാക്കാനുള്ള പുറപ്പാടല്ലേ? ആ, അവരങ്ങനെ വിളിച്ചു പറയുമ്പം സാറേ, ഇനി ഇത് സത്യഭാമ അറിയുമ്പോ വലിയൊരു പടയൊരുക്കം നടത്തി ഇങ്ങോട്ട് വരുമോ? ഒരു ചായക്കടക്കാരിയുടെ ഭക്ഷണം അവരുടെ മകൻ കഴിച്ചാ അവരുടെ അഭിമാനം ഒന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. അല്ല, ഇതിനു മുമ്പ് അവരിങ്ങനെ പലവട്ടം പറഞ്ഞിട്ടുണ്ടേ. ഹോ, ആ സ്വഭാവമൊന്നും ഈ ജന്മത്തെ അവർക്ക് മാറ്റാൻ പറ്റില്ല സാറേ. പിന്നെ അവരുടെ സ്വഭാവം നോക്കിയാ പോരല്ലോ. വിഷ്ണു നമ്മുടെ കുട്ടിയല്ലേ. ഉം, അവന് വേണ്ടി ചെയ്യുന്നത് ഞാൻ എന്റെ മോക്ക് വേണ്ടി ചെയ്യുന്നതിന് തുല്യവാ. ഉം. ഗോപാലകൃഷ്ണൻ ഇതൊക്കെ അറിഞ്ഞാൽ ഒന്നും വരാൻ പോണില്ല. മോളുടെ താലിച്ചരടിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ അഭിമാനം. കുറെ നാളു മുമ്പ് 3 പെൺമക്കളെയും കൊണ്ട് ഞാൻ നടന്നിട്ടുള്ളത് സാറും കണ്ടിട്ടുള്ളതാണല്ലോ. തെക്കും വടക്കും ഒന്നുമല്ല, 4 ദിക്കിലേക്കും ജീവിക്കാനുള്ള നെട്ടോട്ടമായിരുന്നു. അന്നും ഇന്നും ശാരദയുടെ കഷ്ടപ്പാടിന് ഒരു അവസാനവും ഇല്ല. ആരൊക്കെ എന്തൊക്കെ കാണിച്ചാലും എന്നോട് ഗോപാലട്ടൻ കാണിച്ച ദുഷ്ടതരങ്ങളൊന്നും ശാലിനിയോട് വിഷ്ണു കാണിച്ചിട്ടില്ല, അവന്റെ അമ്മയും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരെതിർത്താലും ഞാൻ വിഷ്ണുവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും സാറേ. എന്നാ പിന്നെ പണി നടക്കട്ടെ ശാരദാമ്മ, ഞാൻ ഇറങ്ങാം. വിഷ്ണുവിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കണം. സാറേ, ആരാ? എന്ത് വേണം? വിഷ്ണുവിനെ ഒന്ന് കാണാനായിട്ട്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പം വന്ന് കാണാന് ഇത് പാർക്കോ മറ്റോ ആണോ? ആ, അനുമതി വാങ്ങിച്ചോ? അത് പിന്നെ ഇവിടുന്ന് വിളിച്ചു. എന്താടോ? എന്താ അവിടെ? എന്താടോ? സാറേ, വിഷ്ണുവിനെ കാണണമെന്ന് പറഞ്ഞു വന്നതാ. അല്ല, ഇതാര്? കളക്ടർ ശാലിനി മേഡത്തിന്റെ അമ്മയല്ലേ? എടോ, ഇത് കളക്ടർ അമ്മയാ. താമല്ല അനാവശ്യം പറഞ്ഞോ? ഇല്ല സാർ, സോറി, ആളറിയാതെ. അയ്യോ, നിങ്ങളുടെ ജോലിയല്ലേ ചെയ്തത്? സാറേ, ഞാനിത്തിരി ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് വിഷ്ണുവിന് കൊടുക്കാൻ. അയ്യോ, അത് അനുവദിക്കാൻ റൂളില്ലല്ലോ. അത് ലോക്കപ്പിൽ കിടക്കുന്നവർക്ക് ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക ചെയ്യുന്നത്. പുറത്തുനിന്ന് കൊണ്ടുവന്ന് കൊടുക്കാൻ നിർവാഹമില്ല. പക്ഷെ എന്നെ ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു ഭക്ഷണം കഴിക്കുന്നില്ല, കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കണോന്ന് പറഞ്ഞ്. സാറേ, SI സാറ് വിളിച്ച് പറഞ്ഞായിരുന്നു. അല്ല, സാറിപ്പോ സമ്മതിക്കും ചെയ്തായിരുന്നല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.